നല്ല തിരക്കുള്ള സ്ഥലങ്ങളിലൂടെ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാതെ എന്ത് ചെയ്യരുത്, ഒരു വാഹനം തിരക്കിലൂടെ എടുക്കരുത്. എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇതുപോലെ തിരക്കുകൾ, ലെഫ്റ്റ് സൈഡിൽ വാഹനം, വലിയ വാഹനം, റൈസുകളുടെ വാഹനങ്ങൾ വരുന്ന സമയത്തെല്ലാം പേടികൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ ടൗണുകളിലൂടെ കൃത്യമായിട്ട് ഗിയറുകൾ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്താൽ ഓടിക്കാൻ കഴിയാത്തത്. അപ്പം അതെന്താണ് ആ മിസ്റ്റേക്ക് എന്നുള്ളത് എനിക്കിപ്പം ട്രിക്കോ ടിപ്സോ പറഞ്ഞു തരാൻ കഴിയില്ല. അത് ആ ട്രിക്ക് ടിപ്സ് എന്താണ്, നിങ്ങളെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ ആ ട്രിക്ക് ടിപ്സ് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ വാഹനങ്ങൾ വരുമ്പോൾ ഒരു വണ്ടി ഇതുപോലെ ക്രോസ് ചെയ്യുന്ന സമയത്തെല്ലാം പേടികളുണ്ടാകും. അത് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാകാതെ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി അതും പ്രകാരം എനിക്ക് പറഞ്ഞു തന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതുപോലെ വാഹനം നിങ്ങൾക്കും ഡ്രൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ മിസ്റ്റേക്കുകൾ മാറ്റി ചെയ്താൽ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ നിങ്ങളും വാഹനം ഓടിക്കും. അല്ലാതെ എനിക്ക് അതിനകത്ത് ഇരുന്നിട്ട് ക്ലച്ച് ചെയ്യണം പറയേണ്ട ആവശ്യമുണ്ടോ, ബ്രേക്ക് ചെയ്യണം പറയേണ്ട ആവശ്യമുണ്ടോ? ഷിയറിങ് ഞാൻ ഇതുവരെ പറഞ്ഞു. അപ്പം അതിനകത്തിലൊന്നും പറയേണ്ട കാര്യങ്ങളെ വരുന്നില്ല. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഓർക്കും ഇത് എക്സ്പേർട്ടായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളെ ഓടിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും കാണുമ്പോൾ. അപ്പൊ ആള് വണ്ടി എടുത്ത് വെച്ചു എന്നല്ലാതെ ഇത് മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം ഇതുപോലെ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയും. നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മാറാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയാതെ വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറെ, കാണോ എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് വല്ലതും ആണോ? ആ മിസ്റ്റേക്കും പ്രകാരം പഠിച്ചാൽ നമുക്കാവോ? അപ്പം അതുകൊണ്ടാണ് ആ ട്രിക്കും ടിപ്സും പറയാത്തത്. നമുക്കിപ്പോ ഓരോരുത്തർക്കും തോന്നും ആ ട്രിക്കും ടിപ്സും വീഡിയോടങ്ങ് പറഞ്ഞാൽ പോരെ ഇല്ലേ? അപ്പൊ ആ ട്രിക്കും ടിപ്സും പറഞ്ഞാൽ നമുക്ക് കിട്ടുമോ? അപ്പൊ അത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ 2-3 പേരുടെ പ്രാക്ടീസിന് പോയിട്ടും നിങ്ങളുടെ ആ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് കാണുമ്പോഴും അതുപോലെ തന്നെ തിരക്കുകൾ കാണുമ്പോഴും വീട്ടിൽ നിന്ന് ഇറക്കാനും പ്രയാസമായിട്ടൊക്കെ തോന്നുന്നത്. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ ഇനിയും പറ്റില്ല, ലൈസൻസ് ഒക്കെ എടുത്തതല്ലേ, ലൈസൻസ് എടുത്ത ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കും. ഞാൻ പറയാം, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല, ആണോ? അപ്പൊ നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം, 70-75 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ലൈസൻസും കൈവച്ച് ഈ വാഹനം മേടിച്ചിട്ട് നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് ഇതിൽ കരുതണ്ട. കാരണം ഇപ്പോഴും പലരും വിളിച്ചു ചോദിക്കും, ഞങ്ങളുടെ ജില്ലയിൽ വരുമോ, ഞങ്ങളുടെ ജില്ലയിൽ. കാരണം നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ ഒരു നമ്പർ എടുക്കുന്നതിന് മുമ്പ് ആ വീഡിയോയിൽ എന്തെല്ലാം പറയുന്നത് നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കുക. കാരണം ഒരു നമ്പർ കിട്ടും, പ്രാക്ടീസിന് വരുമെന്ന് പറഞ്ഞാൽ നമ്പർ കിട്ടി നിങ്ങൾ വിളിച്ചിട്ട് പിന്നെയും ചോദിക്കരുത് ഇത് എവിടെയാ, ഇന്നടുത്ത് വരുമോ, അതാ ഇന്ന സ്ഥലത്താണോ, അതല്ല ചോദിക്കണം. നിങ്ങൾ ഒരു ആരുടെ വീഡിയോ, എൻ്റെ ഏടിയായാലും ആരുടെ വീഡിയോ ആയാലും നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി നിങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അത് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ വിശദമായിട്ട് മുഴുവൻ കേട്ടതിന് ശേഷം മാത്രമേ എന്തിയാവും നിങ്ങൾ അത് പർച്ചേസ് ചെയ്യാൻ നിൽക്കുക. അല്ലാതെ ഒരു നമ്പർ കിട്ടി പ്രാക്ടീസ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു എടുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരാളെ വിളിക്കുകയോ എടുക്കുകയോ അല്ലെങ്കിൽ ചെയ്യരുത്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് കേട്ടത് മനസ്സിലാക്കി എന്താണ് അതിനകത്ത് പറയുന്നത്, എന്താണ് ചെയ്യുന്നത്, എവിടെ വരുമെന്നാണ് പറയുന്നത്, എന്തെല്ലാം ചെയ്യുമെന്നാണ് പറയുന്നത്, അത് മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുക, ഒരാളെ കോൺടാക്ട് ചെയ്യാവൂ. അല്ലാതെ നമ്പർ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാക്ടീസിന് വരുമെന്ന് കേട്ടേ ഉള്ളൂ, അതിനകത്ത് വീഡിയോയുടെ പറയുന്നത് കേട്ടല്ല, അത് 1 ഡേ ട്രെയിനിങ് ആണോ, അല്ലെങ്കിൽ ഇന്ന ജില്ലയിൽ വരുമോ, ഇന്ന സ്ഥലത്താണോ, അപ്പോൾ അത്രയും ദൂരമുണ്ടോ, ഇങ്ങനെയൊന്നും ഞാൻ ചോദിക്കണ്ട. കാരണം ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണോ, നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങൾ കേരളത്തിലാണോ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.